ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നിതാ അഗ്ലോണിമയ്ക്ക് പുതിയൊരു വളമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ പേരൊക്കെ പരീക്ഷിക്കുന്ന വളം തന്നെയായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തത്. കാരണം ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ചാണകവളമാണ് കൊടുക്കാറ്. മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പുതിയ എന്തെങ്കിലും വളം, ചാണകം അല്ലാത്ത എന്തെങ്കിലും വളങ്ങൾ കൊടുക്കാൻ പറ്റുമോ, ചാണകം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് പരീക്ഷിച്ചിട്ട് സക്സസ് ആവുന്നത് അതിൻ്റെ റിസൾട്ട് സഹിതം നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പ്ലാന്റിൽ ഞാൻ ചാണകവളമല്ല കൊടുത്തത്, ഈ ഒരു വളമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ വളം എന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു വളമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമായത് കഞ്ഞിവെള്ളമാണ്. നമ്മുടെ എല്ലാവരെയും വീട്ടിൽ കാണുന്ന കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലാവർക്കും വാങ്ങാവുന്നതേ ഉള്ളൂ. ഈ ഒരു വളം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു ബക്കറ്റോ വേറെ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഒരു ദിവസം നമ്മൾക്ക് വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം, കുറച്ച് അളവ് മതി, ഒരുപാടൊന്നും വേണ്ട. ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിനി ചേർക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. എനിക്കിപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ ഒരു കാൽഭാഗത്തോളാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളമുള്ളത്. ഇനി നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ട് ഏകദേശം നമ്മുടെ ഒരു കൈപ്പിടിക്ക് ഒരു 4-5 പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിനകത്തേക്ക് ഇടുക. ഒരിക്കലും നമ്മൾ ഒരുപാടൊന്നും ചേർക്കരുത്. എന്ത് വളമാകുമ്പോൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കൂടും, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം അതൊക്കെ ഗുണത്തിനേക്കാളേറെ ചിലപ്പോൾ ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് മതി കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക്. ഇനി ഇത് നന്നായിട്ട് സെറ്റാകാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രം അടച്ചിട്ട് നല്ല തണലത്ത് വെക്കുക. ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും വെയിലത്ത് കൊണ്ട് വെക്കരുത്. നല്ല ഷെയ്ഡുകളിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. അതിനായിരിക്കും റിസൾട്ട് കൂടുതലുണ്ടാവുക. ഇനി ഇതിനെ നമ്മളിതാ ഇങ്ങനത്തെ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മിനിമം 3 ദിവസം അതിൽ കൂടുതലോ ആവാം, എന്നാലും ഒരുപാടൊന്നും വേണ്ട, ഒരു 3 ദിവസം നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്കിതാ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്കും കഞ്ഞിവെള്ളം കൂടെ. ഇനി ജസ്റ്റ് ഒരു കോലോ എന്തെങ്കിലും ഒന്ന് എടുത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ എന്ത് വളമായാലും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിക്കരുത്. ഒന്ന് നേർപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ചെടിക്ക് പറ്റാത്തുണ്ടെങ്കിൽ അത് നമുക്ക് നശിച്ചു പോകാതിരിക്കാനും ഒന്ന് ഹെൽപ്പാവേ. ഇനി നമ്മളിതാ ഇതിനെ നിറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിൽ കാൽഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ പോട്ട് ഫുള്ളായിട്ട് നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ചെടികൾക്ക് ഒഴിക്കുന്നവർ ഈ ഒരു ലൂസിൽ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി കുറച്ച് ഒഴിച്ചിട്ടൊക്കെ റിസൾട്ട് കിട്ടിയവരാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി, അതായത് പകുതി ആ മിക്സ് എടുക്കുക, പകുതി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ലൂസിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെടിച്ചട്ടിയിലേക്ക് ഒഴിക്കാതെ നമ്മൾ ഈ ചെടീൻ്റെ പോട്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സൈഡിൽ മാത്രം ഒഴിക്കുക കേട്ടോ. ചെടീൻ്റെ തണ്ടോട് ചേർന്ന് ഒഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്കൊരു നല്ല റിസൾട്ട്. അതായത് തണ്ടൊക്കെ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ പോട്ടിൻ്റെയൊക്കെ സൈഡിലൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ആ റൂട്ടിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. ഈ ഒരു സൈഡിലൂടെ മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. പിന്നെ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഹെൽത്തിയായി ബുഷിയായി വന്ന ഒരു പ്ലാന്റിനല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ ഒരു വെറൈറ്റി ഏതാണോ, അതുപോലെ ഇനി ഇൻ കേസ് നശിച്ചു പോയാൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റിയൊരു വെറൈറ്റിയോ, കോമൺ ആയിട്ട് അവൈലബിൾ ആയ ഒരു വെറൈറ്റിയോ, അങ്ങനത്തെയൊക്കെ വെറൈറ്റികൾക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ പ്ലാന്റുകളിൽ മാത്രം ചെയ്ത് നോക്കുക. ഞാനൊക്കെ മാക്സിമം ചെയ്യൽ, എൻ്റെ അടുത്ത് കൂടുതൽ കളക്ഷനിലെ അഗ്ലോണിമാൻ്റെ ഈ ഒരു പ്ലാന്റിൽ, അതുപോലെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റൊക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റിലൊക്കെ ചെയ്ത് സക്സസ് ആയത് മാത്രമാണ് കേട്ടോ ഞാൻ പരീക്ഷിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.